അബൂ മാജിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇരിക്കുകയാ. അബൂ മാജിദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പേര് ഹനഫി എന്നാണ്. ഈ ഹനഫി എന്ന പേരുള്ള അബൂ മാജിദ് എന്ന് വിളിക്കുന്ന ഒരു മഹാനായ സഹാബി വര്യന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഞാൻ ഇന്ന് ഓർക്കുന്നത് ഒരു സംഭവമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇബ്നു മസ്ഊദ് തങ്ങളെ നിങ്ങൾ ഓർക്കുന്നത് ഇത്രയും വലിയ ഗൗരവമുള്ള ഓർമ്മ എന്താ? ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാ. എന്താണെന്നല്ലേ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മുന്നിൽ ആദ്യമായി മോഷണം കുറ്റം ചെയ്യപ്പെട്ട, മോഷണത്തിന്റെ പേരിൽ ശിക്ഷ വിധിക്കപ്പെട്ട, കൈ ഛേദിക്കപ്പെടുന്ന ആദ്യത്തെ സംഭവം കൊണ്ടുവരികയാണ്. ആദ്യമായിട്ട് കൈ ഛേദിക്കപ്പെടുന്നത്, ആദ്യമായി കൈ മുറിച്ചു കളയുന്ന ആ സംഭവമാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ആ സമയത്ത് റസൂലുള്ളാഹി വലിയ ദുഃഖിതനായിരുന്നു, ഖിന്നനായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത വിഷമം തളം കെട്ടി നിൽക്കുകയാണ്, വിഷാദം തളം കെട്ടി നിൽക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുമ്പോ റസൂലുള്ളാഹി അവിടെ ശിക്ഷ നടപ്പിലാക്കുന്നു, അവന്റെ കൈ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് എല്ലാവരും പോയപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഞാൻ പതുക്കെ പതുക്കെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ മുഖത്ത് വലിയ സങ്കടം ഞാൻ കാണുന്നല്ലോ. എന്തേ ഈ ശിക്ഷ നടപ്പിലാക്കിയത് അങ്ങക്ക് ഇഷ്ടമല്ലേ? അങ്ങക്ക് ഇഷ്ടമായില്ലേ? ആ സമയത്താണ് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ, ലാ തകൂനൂ ഇഖ്വാനൽ ലിശയാത്തീൻ, നിങ്ങൾ ശൈത്താന്റെ ആളുകളായി മാറല്ലേ. ഒരു മനുഷ്യനെ ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവനെ ശിക്ഷിക്കലല്ലാതെ നിവർത്തിയില്ല. നിങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൂടായിരുന്നോ? എന്തിനാ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? റസൂലുള്ളാഹി ഏതോ ഒരു വർഗീയതയുടെ നിറം ചാർത്തിയിട്ട് നമ്മുടെ റസൂല് ഭീകരതയുടെ പര്യായമാണെന്ന് പഠിപ്പിക്കുമ്പോ, മോഷണം കുറ്റം ചെയ്തതിന്റെ പേരിൽ കൈ ഛേദിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ആ കൈ ഛേദിക്കുക എന്ന കൃത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ നബി തങ്ങളുടെ മുഖത്ത് കണ്ട വിഷാദ അത് പിന്നീട് കണ്ടിരുന്ന സഹാബി ചോദിച്ചപ്പോ പറയുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തിനാണ് ആ പാവത്തിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് കൊണ്ടുവരാതിരുന്നോടെ? കൊണ്ടുവന്നാൽ ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ശിക്ഷ നടപ്പിലാക്കാതെ നിവർത്തിയില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഇന്നല്ലാഹ അഫ്വുൻ യുഹിബ്ബുൽ അഫ്വ, അല്ലാഹ് അഫ്വിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു അഫ്വിനെ ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്കും അങ്ങ് മാപ്പ് കൊടുത്തുകൂടായിരുന്നോ? നിങ്ങൾക്കങ്ങ് പൊരുത്തപ്പെട്ടുകൂടായിരുന്നോ? എന്തിനാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? ഞാൻ എന്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാതെ വിടുന്നത് ഭൂഷണമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുത്ത ആയത്തേതാ? അത് സൂറത്തുൻ നൂറിലെ ഒരു ആയത്താണ്. അതാണ് ഞാൻ ആമുഖമായി തബറുക്കിന് വേണ്ടി ഓതിയത്. നബി തങ്ങൾ ഓതുകയാണ്, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നമുക്ക് റബ്ബിന്റെ അഫ്വ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. എന്ത് വേണം? കൊടുക്കുന്നതേ കിട്ടൂ സഹോദരങ്ങളെ, കൊടുക്കുന്നതേ കിട്ടൂ. കൊടുക്കാത്ത ഒന്നും കിട്ടില്ല. നമുക്ക് കൊടുക്കുന്നത് കിട്ടും. എങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മോഷ്ടിച്ച ഒരുത്തനെ കൊണ്ടുവന്നു. ഈ മോഷണം നടത്തിയ ഒരാളെ കൊണ്ടുവന്നു. ഇന്നിപ്പോ ആ ഒരു നിയമത്തെ പോലും അതിനെ മോശമായി കാണുന്ന ആളുകളുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ഒരു മോഷ്ടിച്ച ഒരുത്തന്റെ കൈ വെട്ടിക്കഴിഞ്ഞാൽ, അല്ലെ പോട്ടെ, കൊലക്കുറ്റം, ഒരുത്തനെ കൊന്നു. ഈ കൊലയാളിയെ ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക രാജ്യത്ത് കൊല ചെയ്യും. അവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ ഓക്കെ. അവ ചോദിക്കും, നമ്മുടെയൊക്കെ ബുദ്ധി അത്രയല്ലേ ഉള്ളൂ, ഒരാളും മരിച്ചു, അപ്പൊ
ആ മരിക്കുന്നതിന് കാരണക്കാരനായ കൊലയാളി കൂടെ കൊല്ലുമ്പോ രണ്ടുപേരും മരിച്ചില്ലേ? അപ്പൊ ഇസ്ലാം കാടത്ത നിയമമല്ലേ അടിച്ചേൽപ്പിക്കുന്നത്? അല്ല അല്ല, ഒരു സമൂഹത്തെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ഒരാളെ കൊല്ലുന്നതിലൂടെ ചെയ്യുന്നത്. എങ്ങനെ? ഇപ്പൊ നമ്മൾ ഒരാളെ കൊന്നു, അയാൾ മരിച്ചു. ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഒരു സമൂഹം മനസ്സിലാക്കും നമ്മൾ ഒരുത്തനെ കൊന്നാൽ നമുക്കും പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനു കൊല്ലണം ഒരുത്തനെ എന്ന് പറഞ്ഞിട്ട് കൊല അവസാനിക്കാനാണ് അത് പ്രേരിപ്പിക്കുന്നത്, അല്ലാതെ ഒരിക്കലുമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം മോനെ കൊന്നു, മോനെ അറുത്തു, മോനെ മിനയിൽ ചരിച്ച് കിടത്തിയിട്ട് ഇബ്രാഹിം നബി കഴുത്തിൽ കത്തി വെച്ച് അറുത്തു മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം ഈ നരബലിക്ക് കൂട്ടു നിൽക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ മിന താഴ്വരയിൽ, ഇന്നും മിനയിലൂടെ പോകുമ്പോ ഇടതുഭാഗത്ത് ആ മിനയിലെ ആ ഒരു ചെരുവിൽ നമുക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ ചരിച്ചു കിടത്തി ആ ഭാഗത്ത് ഇന്നൊരു വലിയ തൂണ് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാമത്. അപ്പൊ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് മഹാനായ ഇസ്മായിൽ നബിയെ ചരിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചത് ഒരിക്കലും നരബലി ആയിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനു വേണ്ടിയാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബിയിലൂടെ കാണിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞു കൊല്ല്, കൊണ്ടുവന്ന് കിടത്തി. ഒരാൾ അനുസരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടത് അല്ല പറയുമ്പോഴാണ്. അല്ല പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനെ കൊല്ലരുത് എന്ന് സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അല്ല തെരഞ്ഞെടുത്തതാണ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞാരാണ്? വാപ്പ ആസർ അല്ല പറഞ്ഞത് കൊല്ലാം, പിന്നെ ആരാ? ഇബ്രാഹിം നബിയോട് തന്റെ മോൻ ഇസ്മായിലിനെ കൊല്ലാൻ പറഞ്ഞത് സാക്ഷാൽ പടച്ചവൻ കൊല്ലാൻ പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലണമെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ല പറയണം. അല്ല പറഞ്ഞു കൊല്ലാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അല്ല പറഞ്ഞു കൊല്ലരുത്, കൊല്ലാൻ അനുവാദം ഇല്ല, ആടിനെ അറുത്തോ എന്ന് പറഞ്ഞ് നരബലി മാറ്റിയിട്ട് മൃഗബലി ആരംഭിച്ചു. അതുവരെ നരബലി ഉണ്ടായിരുന്ന സമൂഹം. എന്താ പറയുന്നത്? ജീവിതത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് വലിയൊരു കാര്യമാണ്. മോഷ്ടിക്കുന്ന ഒരുത്തന്റെ വലത്ത് കൈപ്പത്തി മുറിക്കണം, രണ്ടാമത് മോഷ്ടിച്ചാൽ ഇതായിരിക്കുന്നുണ്ട് നിസാറുദ്ദീൻ ഹുദൈബി, നല്ലൊരു മുദരിസാൻ. ഇടത്തെ കൈ അല്ല മുറിക്കേണ്ടത്, അല്ലേ ഉസ്താദേ? ഇടത്തെ കാലിന്റെ പത്തി മുറിക്കണം. കാരണം രണ്ട് കൈയില്ലാത്തവൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? കഷ്ടമല്ലേ? പക്ഷെ അവനെ ഇത് ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമമാണ് ഇടത്തെ കാല് മുറിക്കുക. വീണ്ടും മോഷ്ടിച്ചു, എന്നാൽ ഇനി അങ്ങനെ വിടാൻ പറ്റുമോ? രണ്ടാമത്തെ കാലിന്റെ മുറിക്കരുത്, നടക്കണ്ടേ പാവത്തിന്. അതുകൊണ്ട് ഇടത്തെ കൈപ്പത്തി മുറിക്കുക. ഇനി നാളെ ഇത്രയും ക്ലിപ്പാക്കിയിട്ട് ഇസ്ലാം ഇതൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊന്നും വലിയ കാര്യമുള്ളതല്ല. നിങ്ങൾ കൃത്യമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തയ്യാറായി ഒരു സമൂഹം ഇവിടെ ഉണ്ട്. പഠിക്കണമെന്നാ പറയാനുള്ളത് ഇസ്ലാമിനെ പറ്റി. നാലാമത് മോഷ്ടിക്കുന്നവനെ പിന്നെന്ത് ചെയ്യാനാ? വലത്തെ കാൽപ്പത്തി മുറിച്ച് കളയണം. എന്തിനാണ്? ഇത് കണ്ടു നിൽക്കുന്ന രണ്ടാമതൊരാൾ ഇനി മോഷ്ടിക്കാൻ പോകരുത്. ഇല്ലെങ്കിൽ ലോകം മൊത്തം കള്ളന്മാരെ കൊണ്ട് നിറയൂലേ? അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ നിയമം എന്നിരിക്കവേ ഒരു ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ശിക്ഷ കൊടുക്കലല്ലാതെ നിവർത്തിയില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞു? നിങ്ങൾ അവിടെ വെച്ച് തന്നെ മാപ്പ് കൊടുത്തു വിട്, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക്, ഇനി ചെയ്യരുതെന്ന് പറ. അപ്പൊ അവന് നാണം ഉണ്ടാവും, ലജ്ജ ഉണ്ടാവും. ഞാൻ ഇത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടും എനിക്ക് മാപ്പ് തന്നല്ലോ, എന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ദുഃഖം തോന്നി എന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് ഏത് തെറ്റ് ചെയ്യുന്നവരോടും എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് ഓതുകയാണ് വിശുദ്ധമായ ഖുർആൻ, സൂറത്തുൻ നൂറിലെ 22ാമത്തെ ആയത്ത് ഓതുകയാണ്. നിങ്ങൾ അഫ്വ് ചെയ്യട്ടെ, നിങ്ങൾ മാപ്പ് കൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് കൊതിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ആളുകൾക്ക് പുറത്തു കൊടുക്കണം, അവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ
തങ്ങളൊരു ഹദീസിലൂടെ പഠിപ്പിച്ചത് എന്താണ്? ഈ പറയുന്ന കാര്യം ഗ്രാമപ്രദേശമായതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവാണ്. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിൽ ഖതഅക വഅഫു അമ്മൻ ലലമക വഅഹ്സിൻ ഇലാ മൻ അസാ ഇലൈക. റസൂലുള്ളാഹി പറയുകയാണ്, സിൽ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ കുടുംബബന്ധം ചേർക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ചെയ്യേണ്ടത് സഹോദരിമാരെ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവന്റെ മോളെ കെട്ടിച്ചപ്പോ എന്നെ വിളിച്ചില്ല, പിന്നെ ഞാൻ എന്തിന് എന്റെ മോളെ കെട്ടിക്കുമ്പോ അവനെ വിളിക്കണം? ചോദിക്കുന്ന ഇതാണ്. നിങ്ങളെ അവന്റെ മോളെ കെട്ടിച്ചപ്പോൾ നിങ്ങളെ വിളിച്ചു, അപ്പൊ നിങ്ങളുടെ മോളെ കെട്ടിക്കുമ്പോൾ അയാളെ വിളിക്കുന്നതിന് കുടുംബമെന്ന് ചേർക്കലെന്നല്ല പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ബ്രദറിന്റെ, നമ്മുടെ ആങ്ങളയുടെ സഹോദരന്റെ മോളെ കെട്ടിച്ചു. അപ്പൊ സഹോദരി പറയാണ്, അവൻ എന്നെ വന്ന് കല്യാണം വിളിച്ചില്ല, അതുകൊണ്ട് എന്റെ മോളെ കെട്ടിക്കുമ്പോ ഞാൻ അവനെയും വിളിക്കുന്നില്ല. ഇത് ന്യായമാണോ? നമുക്കിത് ന്യായമായിട്ട് തോന്നും. നമ്മൾ പറയുന്നത് എന്താ? അവന് കുടുംബ ബന്ധം മുറിച്ചവനല്ലേ, പിന്നെന്തിന് ഞാൻ വിളിക്കണം? നിങ്ങൾക്ക് അവിടെയാണ് തെറ്റിയത്. അവന്റെ മകളെ കല്യാണം നടത്തിയപ്പോൾ എന്നെ വിളിച്ചു, അപ്പൊ എന്റെ മകളെ കെട്ടിക്കുമ്പോ ഞാൻ അവനെ വിളിക്കുന്നതിന് കുടുംബ ബന്ധം ചേർക്കാന്ന് പേരില്ല. ഇതിന്റെ പേര് പ്രത്യുപകാരം. ഇതിന്റെ പേര് പ്രത്യുപകാരം. ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് കൊടുത്തു. അത് ആർക്കായാലും കിട്ടും. ചുമരില് പന്തുകൊണ്ടിരുന്നാൽ കിട്ടുമല്ലോ, പിന്നെ ഇല്ലേ കുടുംബത്തിന് കല്യാണം വിളിക്കുന്ന കാര്യം. അങ്ങോട്ടിരുന്ന എങ്ങോട്ട് വരൂലേ? എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് കല്യാണം വിളിച്ചില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാൻ. അവന്റെ മകളെ കെട്ടിച്ചപ്പോ എന്നെ വിളിച്ചില്ല. എന്നെ വിളിക്കാത്തടത്ത് ഞാൻ എന്തിനു വിളിക്കണമെന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ അവിടെ ചെന്ന് എന്റെ മകളെ കല്യാണം വിളിച്ചാൽ അതാണ് കുടുംബ ബന്ധം ചേർക്കലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കല്യാണം എന്നുള്ളത് ഹദീസിലില്ല, ബാക്കി ഹദീസാ. നമ്മളോട് മിണ്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിനു മിണ്ടണം? എടാ, ഇങ്ങോട്ട് മിണ്ടുമ്പോ തിരിച്ചങ്ങോട്ട് മിണ്ടുന്നതിന്റെ പേര് പ്രത്യുപകാരം എന്നാണ്, കുടുംബബന്ധം ചേർക്കലെന്നല്ല. ഇങ്ങോട്ട് ഏത് കാര്യത്തിനും ഇടപെടുന്നവരോട് തിരിച്ചങ്ങോട്ട് ഇടപെടുന്നത് കുടുംബബന്ധം ചേർക്കലല്ല, അതിന്റെ പേര് പ്രത്യുപകാരം. ഇങ്ങോട്ട് മുറിക്കുന്നു, നമ്മളെ കാണുമ്പോ കഥ കടയ്ക്കുന്നു, നമ്മൾ അങ്ങോട്ട് ഒന്ന് മിണ്ടണം. അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റാത്തെന്താ? പറ്റണം. ഇങ്ങോട്ട് നമ്മളോട് സഹകരിക്കുന്നില്ല, അവരടുത്ത് അങ്ങോട്ട് പോയി സഹകരിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പണ്ട് കാലങ്ങളില് 2-3 കിറ്റ് നിറച്ച സാധനങ്ങളും വാങ്ങി വീട്ടില് അന്വേഷണത്തിന് വേണ്ടി വന്നിരുന്ന, കാരണം കാണാൻ കണ്ണു തുടിക്കാടാ നിന്നെ എന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നിരുന്നൊരു തലമുറയിൽ നിന്ന് മാറി ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പോ കാണാൻ വരാത്തതെന്ന് ചോദ്യമില്ല, നീ ഒന്ന് വിളിക്കാത്തതെന്ന് ചോദ്യമില്ല. ഇപ്പോൾ ഉള്ള പരാതിയും പരിഭവം എന്ന് പറഞ്ഞാൽ നിന്നെ ഓൺലൈനിൽ കാണില്ലല്ലോ എന്നുള്ള പരാതിയാണ്. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. എല്ലാം ചുരുങ്ങി. പണ്ട് കാലങ്ങളിൽ ഒരു വാഹനമായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി. പണ്ട് ഒരൊറ്റ വാഹനമാണ് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. എത്ര സന്തോഷമാണ്, ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, എന്തെല്ലാം പറഞ്ഞാണ് യാത്ര. തിരിച്ച് ആ വാഹനത്തിൽ തിരിച്ച് വീട്ടിലെത്തുന്നു, എന്തെല്ലാം വർത്തമാനങ്ങൾ പറയുന്നു. എല്ലാരും ഒരു വീട്ടില് സന്തോഷം. ഇന്നിപ്പോ ഓരോരുത്തർക്ക് ഈ 2 വാഹനമായി. 2 വണ്ടിയില്ലാത്തവരാണ്, ഒരു കാറ് ഒരു ബൈക്ക് എല്ലാവരുടെ വീട്ടിലുണ്ട്. എല്ലാവർക്കും കൂടി ഒരു വണ്ടി ഉണ്ടായിരുന്നിടത്ത് നിന്ന് മാറിയിട്ട് ഓരോരുത്തർക്ക് ഈ 2 വണ്ടിയാണ്. ആ ഒരു കാലം വന്നപ്പോൾ സംസാരം കുറഞ്ഞു വന്നപ്പോ നമ്മൾ പരസ്പരം അകലാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ചിന്തിച്ചു നോക്ക്, എല്ലാവർക്കും കൂടി ഒരൊറ്റ ഫോൺ. ആരെങ്കിലും വിദേശത്തുനിന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നവന് ഹാളിരിക്കുന്ന ടെലിഫോണിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് എല്ലാവരും വളഞ്ഞു നിന്നിട്ട് ഓരോരുത്തരുടെ കയ്യിലേക്ക് കൈമാറിയിരുന്നു. ആരാണ്? വാപ്പാട്ട സമയത്ത് പറയും ഉമ്മാട്ട കൊടുക്കും. വാപ്പ അടുത്തുണ്ട്, ഉമ്മാട്ട കൊടുത്തിട്ട് 2 വാക്ക് പറയും, എന്നിട്ട് പറയും താത്താട്ട കൊടുത്തു, എന്നിട്ട് പറയും കാക്കാട്ട കൊടുക്കും. എല്ലാവരോടും സംസാരിക്കും, എല്ലാവരും വളഞ്ഞു നിന്ന് സന്തോഷം. ആർക്കും ആരെയും സംശയമില്ല. ഇപ്പൊ എന്താണ്? ഓരോരുത്തർക്ക് ഈ 2-3 ഫോണായി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ബന്ധങ്ങൾ അകന്നുപോയി. അവൻ എന്താ മറ്റൊരിടത്ത് പറഞ്ഞത് അറിയില്ല,
മറ്റോനടുത്ത് എന്താ പറഞ്ഞത് അറിയില്ല. ആ ഒരു നിലയ്ക്ക് എല്ലാ ബന്ധങ്ങളും തകർന്നു വന്നിരിക്കുന്നു. ഇവിടെയാണ് ബന്ധങ്ങളുടെ തകർച്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരെയും 4 കോണിലാക്കിയിരിക്കുന്നത്. മനസ്സുകൾ പതറിപ്പോയി, മനസ്സുകൾ മാറിപ്പോയി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സ്നേഹമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുകൾ കൊണ്ട് പോലെ കാര്യം പറയാം, കണ്ണുകൊണ്ട് കാര്യം പറയാം. രണ്ടുപേര് ഈ ആനോട്ടുകാവ് മുക്കിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഉച്ചത്തിൽ ചില വീടുകളിലെ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാകുമ്പോ അയൽവാസികൾ പോലും ഇത് കേൾക്കും. രണ്ടുപേരും പതുക്കെ പറഞ്ഞാൽ മതി, എടി നിനക്കെന്താ പ്രശ്നം, നിനക്കെന്താടാ പ്രശ്നം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരെ. വേറെ വെളിയിൽ ആര് കേൾക്കാനാ? ഇത് ഭാര്യ ഉറച്ചു പറയും, അവൻ ഭർത്താവ് അതിനേക്കാൾ ഉച്ചത്തിൽ വീണ്ടും പറയും. എന്താ കാര്യം എന്നറിയോ? ഇവര് തമ്മിൽ മനസ്സ് ഇപ്പൊ പൊരുത്തപ്പെടുന്നില്ല. ഈ പൊരുത്തപ്പെടാതെ വന്നപ്പോ മനസ്സ് അകന്നുപോയി. ഈ മനസ്സിനെ കേൾപ്പിക്കാൻ രണ്ടുപേരുടെയും ശ്രമമാണ് ശബ്ദം ഉച്ചത്തിൽ വരുന്നത്. മനസ്സിലായില്ല? രണ്ടുപേരെ അടുത്ത് നിൽക്കുകയാണ്. ഈ രണ്ടുപേരുടെയും മനപ്പൊരുത്തം നഷ്ടപ്പെട്ടു. അപ്പോ ഈ മനസ്സകന്നുപോയി. അപ്പൊ എന്നോട് വഴക്കുണ്ടാക്കുന്നവൻ എന്റെ അടുത്ത് നിൽക്കുന്നു, പതുക്കെ അവന്റെ ചെവി പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല എന്റെ ലക്ഷ്യം, അവന്റെ മനസ്സിനെ കേൾപ്പിക്കണം. മനസ്സകന്നു പോയിരിക്കാൻ അവന്റെ ലക്ഷ്യം എന്റെ മനസ്സിനെ കേൾപ്പിക്കണം. എന്റെ മനസ്സും അകന്നു പോയിരിക്കുകയാ. അപ്പൊ അകന്നു ദൂരങ്ങളിൽ നിൽക്കുന്ന മനസ്സിനെ കേൾപ്പിക്കാനുള്ള നമ്മുടെ ശബ്ദങ്ങൾ, ചുണ്ടുകളുടെ സഹായത്തോടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില ഇടപെടലുകളെ ഉച്ചത്തിലാക്കുന്നത് പാറിപ്പറന്ന് അകന്നു നിൽക്കുന്ന മനസ്സാക്ഷി കേൾപ്പിക്കാനുള്ള വ്യഗ്രതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചത്തിൽ വഴക്കൂടുമ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടല്ലേ സ്നേഹം ഉണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കാമുകി റോഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കാമുകനോട് കണ്ണുകൊണ്ട് സംസാരിക്കും. അങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ പോവാൻ പാന്നാണ് എന്റെ അർത്ഥം. അവർക്ക് ദൂരം വേണ്ട, അവർക്ക് പ്രശ്നമില്ല, ഒന്നുമില്ല. കാരണം എന്താണ്? കണ്ണുകൊണ്ട് അവർ കാര്യം പറയും, കണ്ണുകൊണ്ട് കാര്യം പറയും. കാരണം അവരുടെ മനസ്സ് അടുത്തിരിക്കുകയാണ്. മനസ്സടുത്താൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാര്യം പറയാം, രോമങ്ങൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കാം, ആംഗ്യം കൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ മനസ്സകന്നു പോയിരിക്കുന്നു. ഇപ്പൊ ഉച്ചത്തിൽ വിളിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ബന്ധങ്ങൾ മുഴുവനും തകർന്നു പോയില്ലേ? എല്ലാ ബന്ധങ്ങളും തകർന്നു പോയി. ബന്ധുക്കൾ അടുത്തല്ല താമസിക്കേണ്ടത്, അതുകൂടെ പഠിച്ചോ. ബന്ധുക്കൾ അടുത്തല്ല താമസിക്കേണ്ടത്, വീട്ടിനകത്തുള്ളവരെ ഒരുമിച്ച് കഴിയുന്ന കാലം വന്നു. ആ കാലം വന്നിട്ട് ബന്ധുക്കൾ ദൂരെയായി. വീട്ടിലുള്ളവര് പരസ്പരം ഒരു നില വീട്, എല്ലാവർക്കും റൂം താഴെ തന്നെ. അങ്ങനെ എല്ലാവർക്കും ബന്ധങ്ങളുണ്ട്, പരസ്പരം ഏത് സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ബന്ധുക്കളോ ദൂരങ്ങളിലാണ്. ഇന്നോ ബന്ധുക്കളൊക്കെ അടുത്തടുത്ത വീടുകളിൽ വന്നു. പക്ഷേ അകത്തുള്ള ആളുകൾ ഓരോ റൂമുകളിലായി. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടത് അടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ ദൂരത്ത് കൊണ്ടാക്കുമായിരുന്നു. നിങ്ങൾ ദൂരെ താമസിച്ചാൽ മതി. കാരണം എന്താ? ഓരോ പെരുന്നാളിന്റെ അന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ണ് കൊതിച്ച്, കണ്ണ് തുടിച്ച്, ഒരു ഭാഗത്ത് കണ്ണിൽ തുടിപ്പാണ് ബന്ധുവിനെ കാണാൻ, മറുഭാഗത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു ബന്ധുവിനെ കാണാൻ. ഗിഫ്റ്റുമായി കടന്നു വരുന്ന പെരുന്നാളിന്റെ അന്ന് സന്തോഷത്തോടെ വരുമ്പോ എല്ലാവരും ഓടിക്കൂടി, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച്, പെണ്ണുങ്ങളെ ഭക്ഷണമുണ്ടാക്കി, ആണുങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വൈകുന്നേരം കട്ടൻ ചായ കുടിച്ച് പിരിഞ്ഞിരുന്ന ആ പെരുന്നാൾ ആഘോഷങ്ങളിൽ നിന്ന് മാറിയിട്ട് സഹോദരങ്ങളെ, ഇന്ന് പെരുന്നാളാകുമ്പോ പരസ്പരം പടിയടച്ച് പിണ്ടം വെച്ച് ബന്ധുത്വങ്ങളെ നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അവൻ മിണ്ടുന്നില്ല, പിന്നെയല്ല ഞാൻ മിണ്ടേണ്ടത്. അവൻ മിണ്ടാത്തപ്പോ നീ മിണ്ടുന്നതിനാണോ കുടുംബ ബന്ധമെന്ന് പറയുന്നത്? അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക. നിന്നെ ആക്രമിച്ചവന് മാപ്പ് കൊടുക്കുക. നിന്നോട് മോശത്തരം പ്രവർത്തിച്ചവനോട് നീ ചെന്ന് ഗുണം ചെയ്യുക. നിന്നെ വഴിയിൽ വെച്ച്, ഇതിനപ്പുറം ലജ്ജ വേറെ എന്തിനുള്ളത്? വഴിയിൽ വെച്ച് മർദ്ദിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു. നമ്മളും അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങിയാൽ അവിടെ കലഹമായി. ഇപ്പൊ കലഹമാണോ? ഇപ്പൊ വഴക്കാണോ? ഇപ്പൊ അടിയാണോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ തമ്മിൽ അടികൂടിയെന്ന്? ഒരു സ്ഥലത്തും ഇപ്പൊ അടികൂടൊക്കെ ഇല്ല. അടികൂടൊക്കെ ഉണ്ടോ? എവിടെയും വഴക്കും വക്കാണോ? അടികൂടലില്ല. ഒരു സ്ഥലത്തും അടികൂടലില്ല. ഇപ്പൊ ഒരു പുതിയ വർഷനാണ്. ഒരു വീട്ടിൽ കയറി വെട്ടി,
അമ്മയുടെ മുന്നിലിട്ട് വെട്ടി, എന്നിട്ട് ആ കൊച്ചുകുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടി, എന്നിട്ട് കലി തീരാതെ വന്നപ്പോ നമ്മൾ ഇങ്ങനെ ഈ വാഴക്കൈയൊക്കെ വെട്ടുന്നത് പോലെ അവന്റെ കാലിങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് ഈ കാലിനെ വെട്ടിയെടുത്തു. എന്നിട്ട് തോളത്ത് വെച്ച് ബൈക്കിന്റെ പുറത്ത് കയറി, എന്നിട്ട് നാൽക്കവലെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു. എന്തൊരു ലോകം, ചിന്തിച്ചു നോക്കി. നിസ്സാര പ്രശ്നങ്ങളാണ്, നിസ്സാര പ്രശ്നത്തിന്റെ അവസാനം ചെന്നെത്തുന്നത് കൈയും കാലും വെട്ടുക, കൊന്നുകളയുക. നിസ്സാര. എന്തിനാ അവനെ കൊന്നത്? എനിക്ക് സൈഡ് എന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ ഹോൺ അടിച്ചപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കവൻ സൈഡ് തന്നില്ല, അതിന്റെ പേരിൽ അവനെ കൊന്നുകളയുന്നു. നിസ്സാരമായി മനുഷ്യൻ ഇന്ന് കൊലയ്ക്ക് യാതൊരു പഞ്ഞമില്ലാത്തൊരു കാലമായി പോയി, ഇല്ലേ സഹോദരങ്ങളെ? ആ ഒരു ലോകത്ത് നമ്മൾ നിൽക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വഅഫു അമ്മൻ ലലമക്ക, നട റോട്ടിലിട്ട് ചീത്ത പറഞ്ഞ ഒരാൾ ആരോ ആവട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ചീത്ത പറഞ്ഞു, നമ്മൾ തിരിച്ച് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ അവസാനം അടിയായി. നമ്മുടെ ഭാര്യമാർക്ക് മാപ്പിളമാരില്ലാതാവും, നമ്മുടെ മക്കൾക്ക് വാപ്പയില്ലാതാവും, നമ്മുടെ അമ്മക്ക് മോനും ഇല്ലാതാവും. പിന്നെന്താ സംഭവിക്കുക? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? റസൂലുള്ള പറഞ്ഞ് വഅഫു അമ്മൻ ലലമക്ക, ഈ ചീത്ത വിളിക്കുന്നവനെ അത് കേട്ടോട് നിൽക്കണം. നിന്നിട്ട് അവൻ മതിയാക്കുമല്ലോ. മതിയാക്കുമ്പോ നിങ്ങൾ കടയിൽ കയറി 2 കിലോ ആപ്പിള് 2 കിലോ പഴവും ഇത് വാങ്ങിയിട്ട് വൈകുന്നേരം അവന്റെ വീട്ടിൽ പോകണം. ഇത് കൊണ്ടുവന്ന് അവന് കൊടുക്കണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല അളിയാ, നീ ഇത് കഴിക്കും എന്ന് പറഞ്ഞു കൊണ്ട് ഇവൻ തുണി ഉരിഞ്ഞാണോ അല്ല ഇനിയിപ്പോ വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ, ഇനി ഞാൻ മുണ്ടെടുത്തിട്ടുണ്ടോ നമുക്ക് കുനിഞ്ഞു നോക്കാം. കാരണം അത്രയും എളിഭ്യനായി നാണം കെട്ടു പോകും. അള്ളാന്റെ ഹബീബ് പറഞ്ഞ എന്താ? വഅഫു അമ്മൻ ലലമക്ക, എടാ നിന്നെ ആക്രമിക്കുന്നവന് നീ അഫു ചെയ്യും. അഫു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അഫു എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക മാത്രമല്ല, ഡിലീറ്റ് ചെയ്ത് കളയണം. അത് മഗ്ഫിറത്താണ്, പുറത്തു കൊടുക്കൽ മാത്രം അവിടെ കിടക്കും. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ പുറത്തു കൊടുക്കാൻ നിങ്ങൾ മഗ്ഫിറത്ത് എന്നല്ല പറഞ്ഞത്, വഅഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാച്ചുകളാ. അവന് പുറത്തു കൊടുക്ക്, അതാണ് വേണ്ടത്. എന്നിട്ട് പറഞ്ഞു നിന്നോട് വന്ന് മോശം പറയുന്നവന് നീ നല്ല നിലയിൽ ഗുണകാംക്ഷ ചെയ്യുന്നവനാക്, എന്നാ നിനക്ക് അല്ലാഹുവിന്റെ അഫ്വ് വരുന്നതാണ്. അത്രയും ഭീകരമാണ് അല്ലാഹുവിന്റെ അഫ്വ്, അത്രയും ഭീകരമാണ് പടച്ചവന്റെ അഫ്വ്. എന്തുകൊണ്ടെന്നറിയോ? എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നതല്ല, എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നതല്ല. സൃഷ്ടികളോട് അഫ്വുള്ളവനെ പടച്ചവനെ അഫ്വ് ചെയ്യുകയുള്ളൂ. സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവനെ അല്ലാഹു കരുണ കാണിക്കുകയുള്ളൂ. കയറ്റുമതി ഉണ്ടെങ്കിലേ ഇറക്കുമതി ഉണ്ടാവുള്ളൂ. കയറ്റുമതി വേണം. കടയിൽ നിന്ന് സാധനം കയറി പോയാലേ അടുത്ത സാധനം കടക്കാരെ ഇറക്കി വെക്കുള്ളൂ. ഇത് അവിടെ തന്നെ ഇരുന്നാൽ പിന്നെ കടക്കാരെ എടുക്കൂല. അപ്പൊ കയറ്റുമതി ഉണ്ടെങ്കിൽ ഇറക്കുമതി ഉണ്ടാകും. വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അത് കയറ്റുമതി, അത് ഇറക്കുമതി. അല്ലാഹു നിന്നെ സഹായിക്കും. എപ്പോ? മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അത് കയറ്റുമതി. നിന്റെ സഹോദരനെ നീ സഹായിക്കുന്നിടത്തോളം കാലം. ലാ യർഹമില്ല വലാ യർഹമിന്നാസ്, ജനങ്ങളോട് കരുണ കാണിക്കാത്തവന് പടച്ചവന്റെ കാരുണ്യം ഉണ്ടാവൂല. ഇവിടത്തെ ഹിന്ദു പട്ടിണി കിടക്കുമ്പോ, ഇവിടത്തെ ക്രിസ്ത്യൻസ് പട്ടിണി കിടക്കുമ്പോ, ഇവിടത്തെ മുസ്ലിംസ് പട്ടിണി കിടക്കുമ്പോ, ആ പട്ടിണി കിടക്കുന്നവന്റെ വീട്ടിൽ ചെന്ന് അവന് മതിയായ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി, നിന്റെ വീട്ടിൽ വാങ്ങിയത് മീനാണ്, ആ മീൻ നിനക്കും നിന്റെ മക്കൾക്ക് തികയുള്ളൂ. അങ്ങനെ വന്നാൽ നീ അല്പം വെള്ളം ചേർക്കണം, അതിലൽപ്പം വെള്ളം ചേർക്കണം. എന്നിട്ട് ആ കറി നിന്റെ അയൽക്കാർക്ക് കൂടി കൊടുക്കണം. അപ്പൊ നിന്റെ വീട്ടിലെ ഈ പാചക പാത്രത്തിനകത്ത് കുറച്ചു വെള്ളം ചേർക്കൽ ഇബാദത്തായി മാറി. ഈ ഇബാദത്തൊന്നും ഒരൊറ്റ കൂട്ടരെ ചെയ്യുന്നുള്ളൂ. ആരാ? ഹോട്ടലുകാർ മാത്രം അല്ലേ? വെള്ളം ഇഷ്ടംപോലെ വെള്ളം ചേർത്തും കൊടുക്കുകയല്ലേ? ഇത് നമ്മുടെ വീട്ടിൽ വെള്ളം ചേർത്തിട്ട് അയൽക്കാരൻ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ അവനൂടെ കൊടുക്കണം. എന്നിട്ട് അവനെ കൂടെ പരിഗണിക്കും. അവന്റെ മതം നോക്കരുത്, അവന്റെ കൊടി നോക്കരുത്, അവന്റെ രാഷ്ട്രീയം നോക്കരുത്. അവന്റെ ഇന്ന് മനുഷ്യർ ഇത്രയും വെറുക്കപ്പെട്ടൊരു ജീവി. ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കല്ലാട്ട ഓടിട്ടത് മറ്റേ പോയിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവനെ പരിഗണിക്കാതിരിക്കുക. എന്നിട്ട് മരിച്ചാലോ എന്തൊരു വിരോധാഭാസമാണ്. ഇതുപോലെ യഥാർത്ഥത്തിൽ ഈ ഓന്ത് എന്ന പേര് മനുഷ്യന് കിട്ടിയിട്ട് മനുഷ്യര് ഈ ഓന്തിന് മനുഷ്യൻ എന്ന പേരാ കൊടുക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഓന്ത് എവിടെയാണോ ഇരിക്കുന്നത് ആ നിറമായിരിക്കും ഓന്തിനുള്ളത്.
ഒരു സരസിൽ ഒരു സായാഹ്നത്തില് ഒരു നാൽക്കവലയിൽ മൈക്ക് കെട്ടിക്കിട്ട് അതിന്റെ തൊട്ടുമുമ്പുള്ള രാഷ്ട്രീയക്കാരനെ ചീത്ത വിളിക്കാൻ. അവൻ അങ്ങനാണ്, ചന്ദനക്കെട്ടിൽ ഉറങ്ങിയവനാണ്. അവന് ഇതല്ലാതെ വേറെ 3 പെണ്ണുണ്ട്, അവൻ ഇതിലല്ലാതെ വേറെ കുറെ മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ കുടുംബം കേട്ട് അറയ്ക്കുന്ന സംസാരം സംസാരിക്കും. ഇതൊക്കെ അതിനകത്ത് കേട്ടോണ്ടിരുന്ന പാവപ്പെട്ട നെഞ്ചോനൊന്ന് മരിച്ചു. പിറ്റേന്ന് ആളുകൾ പറഞ്ഞു, എന്തായാലും അടക്കം കഴിഞ്ഞല്ലോ, ആ സ്റ്റേജ് പൊളിക്കേണ്ട, മൈക്ക് മാറ്റം വേണ്ട, ഇന്നിപ്പോ അവിടെ അനുശോചനം വെച്ചിരിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എടുക്കാം, നമ്മളെ പൈസ അങ്ങോട്ട് കുറച്ച് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ഈ തലേ ദിവസം ചീത്ത വിളിച്ചവൻ അന്ന് പീഠത്തിൽ കയറി പറയുന്നത് എന്തെന്നറിയോ? 901 മുതൽ ഞാൻ പരിചയമുണ്ട്, അദ്ദേഹത്തെ പോലെ നല്ലൊരു മനുഷ്യനെ ഈ ലോകത്ത് വേറെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വഴുത്തിപ്പാട്. എന്തൊരു തനി നിറമില്ലാത്ത, നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതം തന്നെ. ആ കാണുന്ന സമയത്തുള്ള ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വിട്ടുപുറത്തു കൊടുക്ക്, മാപ്പ് കൊടുക്ക്. നമ്മൾ ഒരിക്കലും ആരെക്കാലും മുകളിലല്ല. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. ഓരോ വിവരമുള്ളവന്റെ മുകളിൽ മറ്റൊരു വിവരമുള്ളവനുണ്ട്. ആരും ആരെക്കാൾ മുകളിലല്ല. ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിൽ നിങ്ങളെക്കാൾ മുകളിലാണെങ്കിൽ എന്നെക്കാൾ വിവരത്തിൽ നിങ്ങൾ മുന്നിലായിരിക്കും. നിങ്ങൾ എന്നെക്കാൾ വിവരമുള്ളവരായിരിക്കും, അനുഭവമുള്ളവരായിരിക്കും. എന്തുകൊണ്ടാണ്? ഒരാളും തികഞ്ഞവനല്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്, അല്പം വിട്ടുവീഴ്ചയൊക്കെ കാണിക്കണം. മോള് പോയൊന്നും മിണ്ടിയെന്ന് വെച്ചിട്ട് കടന്തല കുത്തിയൊന്നൊക്കെ ഇരിക്കരുത്. അത് നമ്മുടെ നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു, ഞാനും മിണ്ടണം എന്ന രീതിയിൽ നല്ല മനസ്സോടുകൂടി ഉമ്മമാര് മാറണം, സഹോദരങ്ങള് മാറണം. എങ്കിലേ അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ അഫൂ നമുക്ക് കിട്ടുകയുള്ളൂ. വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾക്ക് അല്ലാഹ് പുറത്തു തരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാ നിങ്ങൾ ജനങ്ങൾക്ക് കൂടി മാപ്പ് കൊടുക്കണമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പടച്ചവന്റെ കാരുണ്യം വിശാലമാ. ഒരു ദുആ ഉണ്ട്, ആ ദുആ ഒരുപക്ഷെ നിങ്ങളെ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അല്പവിശാലമായ ഒരു ദുആയാണ്. പക്ഷെ ആ ദുആയിൽ നമ്മുടെ പടച്ചവനാരെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വല്ലാത്ത പുഞ്ചിരിയോടെ കടന്നു വരികയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും നാള് ജിബ്രീലിനെ ഈ നിലയ്ക്ക് കണ്ടിട്ടില്ല. ജിബ്രീൽ ഇത്രത്തോളം സന്തോഷിക്കുന്നത് നബി തങ്ങൾ വേറെ ഒരു യാത്രയിലും കണ്ടിട്ടില്ല, ഒരു വരവിലും നബി തങ്ങൾ കണ്ടിട്ടില്ല. ജിബ്രീൽ വല്ലാതെ ചിരിക്കുകയാ, സന്തോഷത്തോടെ കടന്നു വരികയാ. ഏറ്റവും നല്ല കോലത്തിലാണ് ഫീ അഹ്സനി സൂറ, ഏറ്റവും നല്ല മനോഹരമായ വേഷപ്രച്ഛന്നതയിൽ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സുസ്മേരവദനായി ജിബ്രീൽ കടന്നു വന്നു. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക ബിഹദിയതി കുനൂസിൽ അർശി. നബിയേ, അർശ് എന്ന പടച്ചവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ഹദിയ, ആ അർശ് എന്ന സിംഹാസനത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത്. അല്ലാഹ് തന്നുവിട്ടതാണ് നിങ്ങൾക്ക് തരാൻ, അല്ലാഹ് തന്നതാണ് നിങ്ങൾക്കത് കൈമാറണമെന്ന്. അതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്? പരിശുദ്ധമായ അർശിൽ നിന്ന്. അർശ് എന്ന ആ പ്രവിശാലമായ സിംഹാസനത്തിന്റെ ഒരു നിധിയിൽ നിന്ന് എടുക്കപ്പെട്ടതായ ഒരു വലിയ ഗിഫ്റ്റ്. എന്തിനാണെന്നറിയോ? അക്രമക്കല്ലാഹു ബിഹിന്ന. അതുകൊണ്ട് അല്ലാഹ് നിങ്ങളെ ബഹുമാനിച്ചിരിക്കുകയാണ്. നബിതങ്ങൾക്ക് തിടുക്കമായി നബിതങ്ങൾ ചോദിച്ചു, വമാ തിൽകൽ ഹദിയത്തു യാ ജിബ്രീൽ. ഏതാ ജിബ്രീലേ ആ ഹദിയ, ആ ഗിഫ്റ്റ് ഏതാണെന്നൊന്ന് പറഞ്ഞു തരുവോ? വലിയ മഹത്വമുള്ളതാണ്. അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും അത്ഭുതകരമായ 4 സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ് അർശ്. അർശ്, കുർസ്, ലൗഹ്, ഖലം, അത്ഭുതകരമായ സൃഷ്ടികളാണ്. അർശ് എന്ന് പറയുന്ന പ്രവിശാലമായ ആ സൃഷ്ടി, ആ സൃഷ്ടിയിലെ നിധിയിൽ നിന്ന് ഒരു നിധി അല്ലാഹു തആല എടുത്ത് നബി തങ്ങൾക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ.
എന്താ അതുകൊണ്ടുള്ള നേട്ടം? അക്രമക്കല്ലാഹ്, അല്ലാഹ് അതുകൊണ്ട് നിങ്ങളെ ബഹുമാനിച്ചിരിക്കാൻ. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പറയുമ്പോഴേ അവസാനിക്കാൻ സമയമാവും. എന്തായിരുന്നു ആ ഹദിയ? നബിതങ്ങൾക്ക് തിടുക്കമായി. കാരണം എന്താണ്? നബിതങ്ങൾക്കറിയണം ഇത്രയും പവറുള്ള ആ ഹദിയ എന്താണെന്ന്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖുൽ, നബിയെ നിങ്ങൾ പറയണം. ഒരു ദുആയാണ്, ഒരു ദുആയാണ്. എന്താണ് ആ ദുആ എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, നബിയെ അങ്ങ് പറയുക, യാ മൻ അൽഹറൽ ജമീൽ വസതറൽ ഖബീഹ് വസതറൽ ഖബീഹ്. പ്രവിശാലമായ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം. അല്ലാഹു ആരാണ്? നബിയെ അങ്ങ് പറയണം ഏതാണ് നിധി എന്നറിയോ? യാ മൻ അൽഹറൽ ജമീൽ. നമ്മളെ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ അല്ലാഹു തആല ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളെ നന്മയല്ലാതെ ജനങ്ങൾക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ചോദിക്കും, ചില ആളുകളൊക്കെ തിന്മ അല്ലാഹ് വെളിവാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ അതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, മറ്റൊരു പടപ്പിന്റെ ന്യൂനത അവൻ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ ചെയ്ത പാവങ്ങളും മറ്റുള്ള മുമ്പിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ അള്ളാഹു അതിൽ ഗ്യാരണ്ടിയില്ല. അള്ളാഹ് അതും പരസ്യമാക്കി കളയും. നമ്മുടെ നന്മയല്ലാതെ പടച്ചവൻ ഒന്നും പുറത്തു കാണിക്കുന്നില്ല. എത്ര നല്ല വിശാലമായ അഫുവിന്റെ കാരുണ്യത്തിന്റെ ഉടമയാണ് അള്ളാഹു. ഏറ്റവും നല്ല അൽഹറൽ ജമീൽ, നല്ലത് മാത്രം ആളുകൾ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഒരാളെ ഇങ്ങനെ കൈപിടിച്ച് മുത്തുന്നു, ഒരാളെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഒരാളെ മുസാഫ ചെയ്യുന്നു, ഒരാള് നല്ല ആളാണ്, അയാളെ ഓടിച്ച്, അയാൾ ആരാണെന്ന് അയാളെ കെട്ടിയോക്കറിയാം. ഈ ലോകത്ത് ഒരു കൂടെ കിടക്കുന്നവനാണ് രാപ്പനി അറിയാം എന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ അവന്റെ ഭാര്യയോട് ചോദിക്കണം, അവന്റെ അയൽക്കാരനോട് ചോദിക്കണം. അപ്പൊ നമ്മളെ നന്മകൾ മാത്രം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു ഡിസ്പ്ലേ ചെയ്തു. ഒരിക്കലും അള്ളാഹു തആല നമ്മുടെ ഒരാളുടെയും ന്യൂനതകൾ അല്ല പുറത്ത് കാണിക്കുന്നില്ല. നമ്മൾ ഇന്ന് ഇപ്പൊ ഇരിക്കുന്നു, അപ്പൊ എല്ലാവരും ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു. അപ്പൊ അള്ളാഹു എന്താ ചെയ്തത്? പ്രസംഗിക്കുന്നു, ഖുർആനെ പറ്റിയാ പറയുന്നത്, ഹദീസുകളെ പറ്റിയാ പറയുന്നത്. നിങ്ങളോ ദീനിന്റെ മജ്‌ലിസിൽ പോയി ഇരിക്കാൻ. ഇതല്ലേ അള്ളാഹു എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? വസതറൽ ഖബീഹ്, അല്ലാഹു തആല മോശമായതിനെ മറച്ചു വെച്ചിരിക്കുകയാ. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ചെയ്ത, രാവിലെ മുതൽ ഈ സമയം വരെ ചെയ്ത ഏതെങ്കിലും ഒരു പാപത്തെ അല്ലാഹു ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു കാണിക്കുന്നില്ല ആരുടെ മുന്നിലും. എന്റെ ഏറ്റവും നല്ല ജമീലായ, എന്റെ ഏറ്റവും നല്ല അഴകുള്ള മനോഹരമായ പ്രവർത്തനങ്ങളെ മാത്രം അല്ലാഹു പുറത്തു കാണിക്കുകയാ. യാ മൻ ലാ യുആഖിറു ബിൽ ജരീറാ, അക്രമി അല്ലാഹു തആല പിടിച്ചു ശിക്ഷിക്കുന്നില്ല. അക്രമി അല്ലാഹു പിടിച്ചു ശിക്ഷിക്കുന്നില്ല. എത്ര വലിയ അക്രമം ചെയ്താലും അവനെ അല്ലാഹു തആല സ്വച്ഛന്തം വിഹരിക്കാൻ വിട്ടിരിക്കുകയാണ്. ദുനിയാവായതുകൊണ്ട് അല്ലേ? ദുനിയാവില് ഒരാളെ ഉപദ്രവിച്ചിട്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നാൽ ശിക്ഷ ഉറപ്പാണ്. ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് നേരെ കോടതിയിലോട്ട് ചെല്ലുകയാണ്. ഇപ്പൊ ഏത് സമയത്തല്ലേ ഒരാളെ കൊന്നിട്ട് ആ ബോഡി എടുത്ത് ചുമന്നുകൊണ്ട് വന്നിട്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇട്ടിട്ട് പറഞ്ഞു ഞാൻ അതാ കൊന്നവനാണെന്ന് പറയും. എന്തൊരു ധൈര്യം, എന്തൊരു തൊലിക്കട്ടി, എന്തൊരു മനക്കട്ടി, എന്തൊരു മനുഷ്യൻ. നോക്കിയേ, നമ്മൾ ദുനിയാവിലൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ കൊന്നിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ആ കത്തിയും കൊണ്ട് ചെന്നിട്ട് പറയാം ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷ ഉറപ്പാണ്. പക്ഷെ അള്ളാന്റെ മുമ്പിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് റബ്ബേ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മാപ്പുറപ്പാണ്. അതാണ് റബ്ബും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കുറ്റയേറ്റു പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. റബ്ബിന്റെ മുമ്പിലോ നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തിട്ട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പ് തരും. അതാണ് പടച്ചവൻ
അതാണ് പറയുന്നത് യാ മല്ലാ യുആഖിദു ബിൽ ജരീറ. എത്ര വലിയ ആക്രമണം ചെയ്താലും അല്ലാഹു അവനെ പിടിച്ചു ശിക്ഷിക്കുന്നില്ല. വലാ യഹ്തികു സിത്ര, അവന്റെ രഹസ്യങ്ങൾ അല്ലാഹു പൊളിക്കുന്നില്ല. യാ ലീമൽ അഫ്വി യാ ഹുസ്നൽ തജാവുസി യാ വാസിഅൽ മഗ്ഫിറ യാ ബാസിതൽ യദൈനി ബിർറഹ്മാ യാ സാഹിബ കുല്ലി നജ്വാ വയാ മുൻതഹാ കുല്ലി ശക്വാ. ഈ മഹത്തായ ഒരു ദുആയാണ് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തത്. ഇതിൽ മൊത്തം എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. രഹസ്യമാക്കാതെ ന്യൂനതകളെ മറച്ചു വെക്കുന്ന അല്ലാഹ്, ഒരു കാരണവശാലും ആരുടെയും രഹസ്യങ്ങളെ പിച്ചു ചിന്താത്ത പടച്ചവൻ, വാസിഉൽ മഗ്ഫിറ, പാപം പുറത്തു കൊടുത്ത വിശാലമായ അല്ലാഹുവിന്റെ യാ ബാസിത്തൽ യദൈനി, രണ്ട് കൈയും വിശാലമായവനാണ് ബിർറഹ്മതി, കരുണ കൊണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുകയാ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് നമ്മൾ മടിക്കണം? എന്തുകൊണ്ട് മടിക്കണം? അല്ലാഹു നമ്മളോട് വന്നിട്ട് ഓരോ രാത്രിയിലും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. നിങ്ങൾ ചോദിക്കണം, ഞാൻ പുറത്തു തരും. നമ്മൾ എന്താണ് ആ സമയത്ത് ചോദിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യം മഹാനായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു തആല അൻഹു മുനാജാത്തിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, നാളെ പരലോകത്ത് നീ എന്റെ പാപങ്ങളുടെ കണക്കുകൾ എടുത്താൽ ഞാൻ നിന്നോട് പറയും, നീ മാപ്പ് കൊടുക്കുന്നവനല്ലേ പടച്ചവനെ, എനിക്ക് നിന്റെ മാപ്പ് വേണമെന്ന് ഞാൻ പറയും. ഇനി അതല്ല, എന്റെ ലുബ്ധിന്റെ പേരിലാണ് നീ എന്നെ നാളെ പരലോകത്ത് പിടിച്ചു നിർത്തുന്നതെങ്കിൽ അല്ലാഹുവേ, നാളെ ഞാൻ ചോദിക്കും, നീ ഏറ്റവും വലിയ ധർമ്മിട്ടനല്ലേ അല്ലാ, ആ ധർമ്മത്തിൽ നിന്ന് നീ എനിക്ക് പുറത്തു തന്നൂടെ എന്ന് ഞാൻ നിന്നോട് ചോദിക്കും. മൂന്നാമത് പറഞ്ഞത്, നീ എന്നെ നരകത്തിലിട്ടാൽ വല ഇന്നദ്ഖൽതനി നീ എന്നെ നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അല്ലാഹുവേ പടച്ചവനെ, ഞാൻ നരകത്തിലുള്ള ആളുകളോട് മുഴുവനും വിളിച്ചു പറയുന്നു, ഇന്നി ഉഹിബ്ബുഹു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെന്ന്. കാരണം എന്താണ്? നീ ഇഷ്ടപ്പെടുന്നവനെ നരകത്തിലിടില്ല. അതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയും, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണെന്ന്, എനിക്ക് നിന്നോട് വലിയ താല്പര്യമാണെന്ന് ഞാൻ ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയും. റബ്ബേ, അങ്ങനെ നിന്റെ മാപ്പ് എനിക്ക് കിട്ടുമല്ലോ. ഇതാണ് പടച്ചവൻ. നമുക്ക് പറയാം, അല്ലാ, ഞാൻ എവിടെ പോവാനാ നിന്നോട് ചോദിക്കാതെ? നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? ഞാൻ ആരാ ഉള്ളത് എനിക്ക് നീ അല്ലാതെ? ഇത് റബ്ബിനോട് പറയും. നമുക്കല്ല പുറത്തു തരും, ആവശ്യമായതൊക്കെ റബ്ബ് തരും. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നരകത്തിൽ നമ്മളെ ഇടൂല. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. അല്ല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? നരകത്തിലിടില്ല. ഉറപ്പിച്ചോളെ. അള്ളാഹു നമ്മളെ അവന്റെ പ്രേമഭാചനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അല്ല ഇഷ്ടപ്പെട്ടതിന്റെ തെളിവെന്താണ്? അല്ല ഇഷ്ടപ്പെട്ടു എന്നത് നമ്മൾ അങ്ങനെ അറിയും. നമ്മളെ ഫോൺ ചെയ്യില്ല, നമുക്ക് തിരിച്ചറിയാനുള്ള അടയാളങ്ങളില്ല. എന്നാൽ നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും തൃപ്തിയും നമുക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്തെന്നറിയോ? നമുക്ക് എന്നും പരീക്ഷണങ്ങളായിരിക്കും, ബുദ്ധിമുട്ടുകളായിരിക്കും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരസുഖം ഉണ്ടാവൂല വീട്ടിൽ ഒരാൾക്കും. അവരുടെ ഭാര്യയ്ക്ക് ഒരു അസുഖം ഉണ്ടാവൂല, മക്കൾക്കൊരസുഖം ഉണ്ടാവൂല, ആർക്കും ഒരു ദീന ഉണ്ടാവൂല. അതിങ്ങനെ സന്തോഷത്തോടു കൂടി നല്ല കച്ചവടം, നല്ല ലാഭം, നല്ല സന്തോഷകരമായ ജീവിതം, അങ്ങനെ അവർ മുന്നോട്ട് പോകും. അതെന്തുണ്ടെന്നറിയോ? പകയന്മാരെ പടച്ചവൻ പന പോലെ വളർത്തുമെന്നാണ് ചൊല്ല്. എന്ന് പറഞ്ഞാൽ അവരെ അള്ളങ്ങ് അഴിച്ചു വിട്ടിരിക്കാൻ. ഇതിന് ചൂണ്ടയിട്ട് പിടിയെന്നാ പറയുന്നത്. ആറ്റിന്റെ കരയിൽ ചെന്നിരുന്ന് ചൂണ്ടയിടുന്നവൻ ചൂണ്ടയിലെ ഒരു ചെറിയ വേസ്റ്റ് അതിനെ കടുപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ഒരു പിടി പിടിക്കില്ല. ഈ മീൻ കൊത്തുന്നതനുസരിച്ച് ചൂണ്ട അയച്ചു കൊടുക്കും. അവൻ മീൻ കരുതുന്നത് എന്താണ്? എന്നെ പിടിക്കാൻ വന്നതല്ല, അവസാനം ഒരു പിടി, കൃത്യമായ ഒരു പിടി പിടിച്ചിരിക്കും. ഇതുപോലെ അല്ലാഹു തആല ജീവിതത്തിൽ അവൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് സർവ്വതും കൊടുക്കും. അതുകൊണ്ട് ദുനിയാവിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുവോ ഒരു നിമിഷം ഒന്നും ഭയപ്പെടണം. എൻ്റെ റബ്ബിന് എന്നോട് ഇഷ്ടം കുറഞ്ഞോ?
എന്ന്. നമ്മൾ നേരെ തിരിച്ച എല്ലാം നമ്മൾ തിരിച്ച. ഭാര്യയ്ക്ക് അസുഖം പറയാം, അല്ല എന്റെ റബ്ബിന് എന്നോട് മാത്രം എന്താ അത്ര ദേഷ്യം? ഇത് അല്ല ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഒരു മിഠായി ചോക്ലേറ്റ് വാങ്ങാൻ പറഞ്ഞ കുട്ടി വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കടയിൽ വന്നൊരു ചോക്ലേറ്റ് വാങ്ങി. നമ്മളെന്താ ചെയ്യാ? ചിലര് ചോക്ലേറ്റ് കൊണ്ടുവന്ന് നേരെ കൊടുക്കും കുട്ടിയുടെ കയ്യില്. അപ്പൊ ഒന്നുമില്ല, കുട്ടി വാങ്ങിച്ച് തൊലിച്ച് കഴിക്കും. പക്ഷേ ചില വാപ്പന്മാരുണ്ട്, എന്താണെന്നറിയോ? ഈ ചോക്ലേറ്റ് വാങ്ങിയിട്ട് മകന്റെ അടുത്ത് ചെന്നിട്ട് ചോക്ലേറ്റ് ചോദിച്ചു വരുമ്പോ നമ്മൾ കാണിക്കില്ല, നമ്മൾ മാറ്റി വെക്കും. മോനോട് പറയുന്നത് എന്താണ്? നമ്മൾ വാങ്ങിയില്ല, ചോക്ലേറ്റ് ഇല്ല, അല്ലെങ്കിൽ കൊടുക്കില്ല. ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ കൊടുക്കൂല. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടി കിണുങ്ങി നമ്മുടെ 4 ഭാഗത്തും വട്ടയിടും. അവസാനം കരയും. നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്, അല്ലേ? അത് കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അവസാനം കരച്ചിൽ അങ്ങോട്ട് മൂർച്ഛിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വാരി അങ്ങോട്ട് എടുത്തിട്ട് തേനൊലിക്കുന്ന ചുണ്ടിൽ മുത്തം കൊടുത്ത് നമ്മൾ ആ ചോക്ലേറ്റ് കൈ കൊടുക്കും. ഇത് തന്നെ പടച്ചോ ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ ഇട്ട് വട്ടം കറക്കും. നമ്മളെങ്ങനെ വട്ടം കറക്കും. നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ റബ്ബിന് എന്നോട് ഇത്ര ദേഷ്യം, അത് പറയരുത്. അല്ലാഹ് നിനക്ക് എന്നോട് ഇഷ്ടം കൂടിയോ? ശരി, ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം എന്താണോ നീ ചെയ്തോ. ഭാര്യയ്ക്ക് അസുഖം ആയിക്കോട്ടെ, ശരി, എന്നോട് പറഞ്ഞനുസരിച്ച് ഞാൻ ആശുപത്രി കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ് അവസാനം അല്ലാഹുവിനങ്ങ് ഇഷ്ടം വന്നാൽ ഈ ലോകത്ത് നിന്നവന് വിട പറയുമ്പോ അവന്റെ കയ്യിൽ, അവന്റെ അക്കൗണ്ടിൽ, അവന്റെ ജീവിതത്തിന്റെ കർമ്മപുസ്തകത്തിൽ മാലഹോ ദമ്പുന് ഒരൊറ്റ പാപം പോലുമില്ല. ഒരു പാപവുമില്ലാത്ത അവസ്ഥയിൽ അവന് പരലോകത്തേക്ക് യാത്രയാകുന്നതാ. നാളെ പടച്ചവന്റെ മുന്നിലെത്തുമ്പോ ഇവിടെ ക്യാൻസർ എന്ന മാറാരോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവര്, ട്യൂമർ പിടിച്ചിട്ട് വിഷമിച്ചവര്, പ്രാരാബ്ധത്തിന്റെയും പ്രതിസന്ധിയുടെയും പേരിൽ സങ്കടപ്പെട്ടവര്, ഒറ്റപ്പെടുത്തലിന്റെ പേരിൽ, കുറ്റപ്പെടുത്തലിന്റെ പേരിൽ, ആക്ഷേപത്തിന്റെ പേരിൽ, വിമർശനത്തിന്റെ പേരിൽ എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചാൽ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ ക്യാൻസർ രോഗം പിടിപെട്ട് ശരീരം കാർന്നു നിന്ന് അവസാനം ഒരു തുള്ളി ജലപാനം നടത്താൻ കഴിയാതെ സങ്കടപ്പെട്ട് ശരീരം മുഴുവനും ഓരോ മുഴകൾ വന്നിട്ട് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടവന് നാളെ പരലോകത്ത് പടച്ചവൻ പ്രത്യേകം വിളിച്ചിട്ട് സൽക്കരിക്കുകയാ. അവന് ആവശ്യമായ പ്രതിഫലം കൊടുക്കുമ്പോ ഇത് ഹദീസാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകത്ത് ഒരു അസുഖവും വരാത്തവന് പറഞ്ഞു പോകും, അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് എന്റെ ശരീരം മുഴുവനും കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ, തമ്പുരാനെ ഒരു കത്രിക കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ, എന്റെ ശരീരം പീസാക്കി മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ കൊടുക്കുന്ന പ്രതിഫലം എനിക്കും കിട്ടുമായിരുന്നല്ലോ. അല്ലാഹു തആല ട്യൂമർ വന്നവന്, ഷുഗർ വന്നവന്, പ്രഷർ വന്നവന്, ഈ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയവൻ അല്ലാഹു നാളെ പരലോകത്ത് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇവിടെ ഒരു അസുഖവും വരാത്ത ആളുകൾ ചിന്തിച്ചു പോകും, അല്ലാഹുവേ ഈ കൊടുക്കുന്ന പ്രതിഫലമൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ, ദുനിയാവിൽ എനിക്ക് പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നല്ലോ എന്ന് ആഖിറത്തിൽ വെച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്ന നിലയ്ക്ക് അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ പരലോകത്ത് കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളെ നേരിടുന്നവര്, സാമ്പത്തികമായ പ്രതിസന്ധികളുള്ളവര്, ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടവര്, മാനസികമായി വല്ലാത്ത സംഘർഷത്തിലുള്ളവര്, അല്ലാഹ് അവരെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അങ്ങനെയുള്ള ഹബീബിങ്ങളെ അല്ലാഹ് ഒരിക്കലും നരകത്തിൽ വലിച്ചെറിയില്ല. അതുകൊണ്ടാണ് സുലൈമാൻ ദാറാനി തങ്ങൾ പറഞ്ഞത്, നീ എന്നെ നരകത്തിട്ട ഞാൻ പറയും എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയൂന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ വിശാലത എത്ര വലുതാണ്. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയും.